അവിടെ നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യനും മറ്റ് മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം. മനുഷ്യരെ പോലെയുള്ള കാര്യങ്ങളൊക്കെ മൃഗങ്ങൾക്കും ഉണ്ട്. പക്ഷേ മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠത മനുഷ്യർക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. വിശ്വാസ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മൃഗങ്ങൾക്കുള്ളതുപോലെയല്ല, മൃഗങ്ങൾക്കുള്ളതിനേക്കാൾ ഉപരിയായി അവർക്ക് കാണാനും കേൾക്കാനും അറിയാനുമുള്ള ഒരു മാർഗ്ഗമുണ്ട്. അതാണ് വിശ്വാസത്താലുള്ള മാർഗ്ഗം. അതിന് അത് വിശ്വസിക്കുന്നവരെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരാള് ഇല്ല എന്ന് പറഞ്ഞാലും, ഉണ്ട് എന്ന് പറഞ്ഞാലും അയാളുടെ വിശ്വാസം അനുസരിച്ചിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഇത്രയെങ്കിലും ചിന്തിക്കുന്നത്. അപ്പൊ മനുഷ്യർക്ക് മാത്രമുള്ളതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസത്താൽ നമുക്ക് അറിയാം. മൃഗങ്ങളല്ല നമ്മൾ. മൃഗങ്ങളെക്കാൾ ഉപരിയായ ഒരു ഭാഗം നമുക്കുണ്ട്. ഈ ഭാഗം ഏതാണ്? ഇതാണ് നമ്മൾ മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ ദേഹി എന്ന് നമ്മൾ പറയുന്നതാണ്. അത് മൃഗങ്ങൾക്കില്ല. ഇത് മൃഗങ്ങൾക്കില്ലെന്ന് തെളിയിക്കാനോ, മനുഷ്യർക്കുണ്ടെന്ന് തെളിയിക്കാനോ ഉള്ള ഒരു ശാസ്ത്രം ഇന്ന് ലോകത്തില്ല. അതിലേക്ക് കടന്നാൽ വേറൊരു മണ്ഡലത്തിലേക്കായി, വേറൊരു അവസ്ഥയിലേക്കായി പോകും. വിശ്വാസ ലോകത്തിലേക്കായി പോകും. വേറൊരു ലോകത്തിലായി പോകും മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കാൻ അസാധ്യമാണ്. എന്നാൽ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവൻ ഇത് വിശ്വസിച്ച് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് വിശ്വസിച്ച് അത് ആഹ് വിശ്വാസത്താൽ അതിന്റെ ഉണ്മയും ഇല്ലായ്മയും ഉച്ച നീചത്വങ്ങളും ഉയർച്ച താഴ്വ പല കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ് അവന്റെ ജീവിതത്തിൽ മുന്നേറുകയാണ്. ഇങ്ങനെയുള്ളവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ ആധികാരികതയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന മരണങ്ങളൊക്കെയും കാണുന്നുണ്ട്. മൃഗങ്ങളിൽ ചാകുന്നത് പോലെയല്ല. മനുഷ്യര് മരിക്കുമ്പോൾ അവരിൽ നിന്ന് ഈ ഭാഗം പുറത്തേക്ക് ഇറങ്ങും. ഏത് ഭാഗം? പറഞ്ഞേ. ഏത് ഭാഗം? ദേഹി എന്ന് പറയുന്ന ഭാഗം പുറത്തേക്ക് ഇറങ്ങും. ഈ ദേഹി എന്ന് പറയുന്ന ഭാഗം എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? ദേഹി എന്ന് പറയുന്ന ഭാഗം എങ്ങനെയിരിക്കും? നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യനെ പോലെ തന്നെ ഒരു മനുഷ്യ ആത്മരൂപമാണ് ഈ ദേഹി എന്ന് പറയുന്ന രൂപം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ണാടിയുടെ പ്രവർത്തനമാണ്. കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണാടിക്ക് മുമ്പിൽ ഏതെല്ലാം പ്രതിരൂപങ്ങളുണ്ടോ അത് മുഴുവനും അതിൽ പ്രതിഫലിക്കും. അതാണ് കണ്ണാടിയുടെ പ്രത്യേകത. അപ്പോ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ഭാഗം ഉണ്ടായിരിക്കണം. അത് പ്രതിഫലിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. ഇവന്റെ ഈ ദേഹിയില് ദൈവത്തിന് കാണാവുന്ന ഭാഗം ഏതാ ഉള്ളെ? ദൈവത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ കാണാവുന്ന ആരാ ഉള്ളെ? ദൈവപുത്രനെയാണ്. അപ്പോ ദൈവപുത്രൻ എവിടെ ഇരിക്കുന്നു? ദൈവസിംഹാസനത്തിൽ. ദൈവസിംഹാസനം എവിടെ ഇരിക്കുന്നു? കൂടാരത്തിലിരിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിലിരിക്കുന്നു. വിശുദ്ധ മന്ദിരം എവിടെ ഇരിക്കുന്നു? സിയോൻ പർവ്വതത്തിലിരിക്കുന്നു. അപ്പോ നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ ആ വിശാലമായ ഹൃദയത്തിൽ എന്തൊക്കെ കാണണം? ഇത് കണ്ണാടിയല്ലേ? ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ സിയോൻ പർവ്വതം കാണണം, യെരൂശലേം കാണണം, സിയോൻ പർവ്വതം കാണണം, അതിൽ ദൈവത്തിന്റെ മന്ദിരം കാണണം, അതിൽ ദൈവപുത്രൻ ഇരിക്കുന്നത് കാണണം, ദൈവത്തിൽ നിന്ന് പുത്രൻ പ്രകാശിക്കുന്നത് കാണണം. ഇത്രയും എവിടെ കാണണം? ഹൃദയത്തിൽ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ അതുകൊണ്ടാണ് വചനം പറയുന്നത് മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു, യഹോവയായ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അപ്പൊ ദൈവത്തെ നോക്കേണ്ടി.
എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു മാതാപിതാക്കള് തങ്ങൾക്കൊരു ശിശു ജനിച്ചു കഴിഞ്ഞു. ഓ ആ ലോയിസിന്റെ പടം ഉണ്ടെങ്കിൽ അത് അവരുടെ കൊച്ചു കുഞ്ഞാ. അത് ഉം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പടം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷം. ഇതുപോലെ സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ കണ്ടാൽ ദൈവം തൃപ്തനാണ്. മാത്രമല്ല അവന് ദൈവം കൊടുക്കുന്ന പേരാണ് നീതിമാൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ. നേരുള്ളവൻ, നിഷ്കളങ്കൻ, നീതിമാൻ. നേരുള്ളവനെ നോക്കിക്കൊള്ളുക, നിഷ്കളങ്കനെ കൊണ്ടുകൊള്ളുക, നേരിനെ നോക്കിക്കൊള്ളുക, സമാധാനപുരുഷൻ, സമാധാനപുരുഷൻ, സമാധാനപുരുഷൻ സന്തതിയുണ്ട്. അവൻ ആരായിരിക്കും? നേരുള്ളവൻ, നിഷ്കളങ്കൻ, നീതിമാൻ, സമാധാനപുരുഷൻ. ഈ 4 യോഗ്യതകൾ ഉണ്ടാകും. ഈ 4 യോഗ്യതകളുള്ള ഒരു മനുഷ്യൻ ആയിട്ടാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? ആദാമിനെ സൃഷ്ടിച്ചത്. അതിനാൽ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചോ? നേരുള്ളവനായി സൃഷ്ടിച്ചു. അവനും അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു പോയി. അപ്പോ ആദാമിനെ സൃഷ്ടിച്ചാക്കിയതിനു ശേഷം ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിലൊക്കെയും സന്താനപുഷ്ടിയുള്ളവരായി നിറയാൻ പറഞ്ഞു. സന്താനപുഷ്ടിയുള്ളവരായി നിറഞ്ഞു കഴിഞ്ഞാൽ 10,000 കോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ടെങ്കിൽ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവം എവിടെ നോക്കുന്നു? ഹൃദയങ്ങളിലേക്ക് നോക്കുന്നു. ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണാം? നമ്മളൊരു ഇത് അവിടെ റോയ് പാസ്റ്റർ അനിയൻ ജോയിക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോ കമ്പ്യൂട്ടറിൽ ചെറിയ ചെറിയ പടങ്ങൾ, ആയിരക്കണക്കിന് പടങ്ങൾ, ഈ കുഞ്ഞിന്റെ പടം അതിട്ട് അവനിരുന്ന് ഇങ്ങനെ മാറി 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 കണ്ടോണ്ടിരിക്കും. ഇവിടെ 10,000 കോടി മനുഷ്യർ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തെ നോക്കുന്ന ദൈവം വെള്ളിൽ നോക്കുമ്പോൾ എന്ത് കാണാം? ഈ മുഴുവൻ ചിത്രങ്ങളാണ്. അതായത് ദൈവപുത്രൻ, തന്റെ പുത്രൻ, ഇരിക്കുന്ന സിംഹാസനം, ഇരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം, അതിരിക്കുന്ന പർവ്വതം, അതിരിക്കുന്ന യെരൂശലേം. യെരൂശലേം എന്ന് പറഞ്ഞാൽ സ്വർഗീയ യെരൂശലേം. ഇത്രയും കാര്യങ്ങൾ കാണാം. ഈ കാര്യങ്ങൾ കണ്ടുകൊടുക്കുക, ഇത്രയും കാര്യങ്ങൾ ദൈവം നോക്കുമ്പോൾ കണ്ടാൽ ഈ വ്യവസ്ഥയാണ് ഇത് നോക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുഖത്തുനിന്ന് തേജസ് പ്രകാശിക്കുന്നു. തേജസ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും അവന്റെ ഇത്രയും ഉണ്ടെങ്കിൽ. ഏതൊക്കെ ഉണ്ടെങ്കിൽ? അവന്റെ ഹൃദയം അല്ലെങ്കിൽ അവന്റെ ദേഹിയിൽ ദൈവപുത്രന്റെ പ്രകാശനം, പ്രതിഫലനം ഉണ്ടെങ്കിൽ അവന്റെ മുഖം എന്ത് ചെയ്യും? തേജസ്സിനാൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ദൈവിക ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു പോകുന്നത്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ദൈവപുത്രന്റെ രൂപം എന്താ? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശമായ കാര്യമുള്ള ദൈവപുത്രൻ. ഈ ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ആര്? സാത്താൻ. അപ്പോ ആദാമിനെ സൃഷ്ടിച്ച് ആദാമിന്റെ മുഖത്തേക്ക് നോക്കുക, ഹവ്വയുടെ മുഖത്തേക്ക് നോക്കി. മുഖത്ത് എന്തുകൊണ്ട്? തേജസ്. ഹൃദയത്തിൽ എന്തുണ്ട്? ദൈവപുത്രന്റെ പ്രതിഫലനമുണ്ട്. അപ്പൊ ഇത് മുഴുവനും, ഭൂമി മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവനും പ്രകാശിക്കുന്നത് ദൈവപുത്രനായിരിക്കും. ഈ ഭൂമിയിൽ ഇവനൊരു കാര്യം ഉണ്ടാവില്ല, സാത്താൻ യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ പ്രകാശനം ഇല്ലാതിരിക്കാൻ ശത്രു അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ചിന്തിച്ച് അതിനു വേണ്ടി ഒരു ഉപായം പ്രയോഗിച്ചതാണ്. എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഈ താഴത്തെ ഒരു കണ്ണാടി വെച്ചതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ കിടക്കുന്ന ബൾബും ഫാനും ഒക്കെ അതിനകത്തുണ്ടാവും. നോക്കി കഴിഞ്ഞാൽ ആ കണ്ണാടി ഉണ്ടാവും. ഇത് എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനാണ്. ഇങ്ങനെ എപ്പോഴും നോക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതപ്പ് എടുത്ത് ആ കണ്ണാടി പുറത്തേക്ക് ഇട്ടു. കണ്ണാടി പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണാടിയിൽ പ്രതിഫലനമില്ല. ഇതുകൊണ്ടാണ് ശത്രുവും തന്ത്രമൊരുക്കി ആദാമിന്റെയും ഹവ്വയുടെയും ഹൃദയത്തില് ഈ ഒരു മൂടുപടം ഇടുവാനായിട്ട് പദ്ധതിയിട്ട് അവരെ ഉപായത്താൽ വഞ്ചിച്ച് അവരെ കൊണ്ട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്യിച്ച് അവരുടെ ഹൃദയത്തിൽ മൂടുപടം ഇട്ടു. പാപത്തിന്റെ മൂടുപടം. ഈ മൂടുപടം ഇട്ടതോടുകൂടി ഈ എന്തൊക്കെ പോയി? ഹൃദയത്തിൽ പ്രകാശിക്കുന്ന, ഹൃദയം പ്രതിഫലിക്കുന്ന അവസ്ഥ മാറി. മുഖത്ത് നിന്ന് ദൈവതേജസ് പോയി. അവർക്ക്
നിഷ്കളങ്കത നഷ്ടപ്പെട്ടു, നേര് നഷ്ടപ്പെട്ടു. ഏഹ് അതെല്ലാം ഓരോന്നിനും ഓരോന്നും പഠിക്കേണ്ടതാ. സമാധാനം നഷ്ടപ്പെട്ടു. ഏഹ് ഏഹ് നീതിമാൻ എന്നുള്ള ഏഹ് നീതി നഷ്ടപ്പെട്ടു. ഇന്ന് അവര് നീതിമാന്മാരല്ല, നിഷ്കളങ്കന്മാരല്ല, നേരുള്ളവരല്ല, സമാധാന പുരുഷന്മാരല്ല. ആ നിലയിലേക്ക് മനുഷ്യവംശം മാറിപ്പോയി. ഇതാണ് മാനവരാശിക്ക് സംഭവിച്ചത്. അതിനൊക്കെയും കാരണം എന്താ? കണ്ണാടിയിൽ എന്ത് കിടക്കുന്നു? മൂടുപടം. കണ്ണാടിയുടെ പുറത്ത് പുതപ്പിട്ടതുപോലെ ഒരു മൂടുപടം കിടക്കുന്നു. ഈ മൂടുപടമാണ് പ്രശ്നം. കാരണം ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ആദാമും ഹവ്വയും ഈ ഒരു പാപത്തിൽ അകപ്പെട്ടതോടുകൂടി ജനിക്കുന്ന പ്രജകളുടെ മുഴുവനും ഹൃദയത്തിൽ ഈ മൂടുപടം വീണു. ഈ മൂടുപടം വീണത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോലും ഈ മൂടുപടം നീങ്ങിയില്ല. ഏറ്റവും പ്രിയ പുരുഷനാണ് ആര്? ഏറ്റവും പ്രിയ പുരുഷനാണ് ദാനിയേൽ. ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ്. ഭൂമിയിൽ ഉള്ള സകല മനുഷ്യരിലും സൗമ്യനാണ് ആര്? മോശ. പക്ഷെ ഇവരുടെ എല്ലാവരും ഹൃദയത്തിൽ നിന്നുണ്ടോ മൂടുപടം. മൂടുപടം ഒരാളിൽ മാറിയിട്ടുണ്ടോ? ഇല്ല. എല്ലാ തലത്തിലും പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിനു വന്നു? മൂടുപടം നീക്കാൻ. മൂടുപടം നീക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം? ദൈവപുത്രനെ അതിൽ കാണാം. യഥാർത്ഥത്തിൽ നമ്മളെ കണ്ടെത്തണമെങ്കിൽ എന്ത് പറയണം? മൂടുപടം നീങ്ങണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയത് തെരഞ്ഞു രക്ഷിപ്പാൻ. കാണാതെ പോയതാരാ? മനുഷ്യൻ. എന്തുകൊണ്ട് കണ്ടില്ല? മൂടുപടം വീണിരിക്കുന്നു. അതിനെ തെരഞ്ഞു രക്ഷിപ്പാനാണ് ആര് വന്നത്? യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തു. അപ്പോ കാണാതെ പോയ മനുഷ്യനെ നോക്കുമ്പോൾ ഇപ്പൊ എന്ത് കാണാം? മൂടുപടം കാണാം. മൂടുപടം എന്ന് പറഞ്ഞാൽ എന്താ? പാപം. അവൻ ചെയ്ത പാപം. അവനെ കൊണ്ട് പാപം ചെയ്യിച്ച് ആ പാപമാണ് അവന്റെ മേൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവനെ കാണാൻ പറഞ്ഞത്. അപ്പോ സക്കായിയെ കണ്ടപ്പോഴല്ലേ പറഞ്ഞേ, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന്. അപ്പൊ സക്കായിയെ ദൈവത്തിന് നോക്കിയാൽ കാണാവോ? ഇപ്പോ യേശുവിനെ കാണുന്നതിന് മുമ്പ് കാണാൻ പാടില്ല. കാണാൻ പാടില്ല. സക്കായിയെ കാണാൻ പാടില്ലാത്തതിന്റെ കാരണം എന്താ? മൂടുപടം. സക്കായിയെ മൂടിയിരുന്ന മൂടുപടം ഏതാ? ഞാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലിതിയുടെ തല കാണാൻ പാടില്ല. ലിതിയുടെ തല മൂടുപടം ഇട്ട് നയമയുടെ ഒരു മൂടുപടം. ഇത് നോക്കുമ്പോ തലയല്ല കാണുന്നത്, പിന്നെയോ മൂടുപടാ കാണുന്നത്. ഇതുപോലെ സക്കായിയെ നോക്കുമ്പോ കാണുന്നത് എന്താ? എന്തൊക്കെയാ മൂടുപടം? മറ്റുള്ളവരെ വഞ്ചിച്ചെടുത്ത പണം കയ്യിൽ. പിന്നെ ഒരു വിശ്വാസി, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദരിദ്രർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ മൂടുപടമായി ഉള്ളിൽ കർത്താവ് വന്നു അതിനെ തിരഞ്ഞു മാറ്റിക്കഴിഞ്ഞപ്പോൾ മാറ്റിയതിനെ കുറിച്ച് പറയുകയാണ്, കർത്താവെ, എന്റെ സ്വത്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ പകരം കൊടുക്കും. ആരെ കാണാം? മൂടുപടം മാറി. ആരെ കാണാം? ഇപ്പോൾ സക്കായിയെ കാണാം. ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ. ഇതിനു വേണ്ടിയിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നു കഴിയുമ്പോൾ ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്തിൽ ആക്കി വെച്ചതിന് ഏത് ആഗ്രഹിച്ചുവോ അതേ ആഗ്രഹം തന്നെ ഇന്ന് ദൈവത്തിന്റെ സഭയിൽ നിവർത്തിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ നമ്മളോട് ചിന്തിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ഏറ്റവും ആദ്യമേ തന്നെ ഈ മൂടുപടം നീങ്ങണം. മൂടുപടം നീങ്ങുമ്പോ നമ്മെ യഥാർത്ഥത്തിൽ കാണാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് കർത്താവ് വന്നു. ഇട്ടിരിക്കുന്ന മൂടുപടം എന്താ? ഇരിക്കുന്ന മൂടുപടം പാപമാണ്. അത് ഏത് പാപം? ആരാ പറഞ്ഞാരാ? പാപം എന്ന് പറഞ്ഞാരാ? ലിതിയാണോ പറഞ്ഞത്? ഏത് പാപമാ പറഞ്ഞു? ഏത് പാപം? ആദാമ്യ പാപം. ശരിയാ. ആദാമ്യ പാപം വന്ന് നമ്മളിൽ
നമ്മളിപ്പോ എന്നാ ചെയ്തേ കർത്താവാണ്? മൂന്നാം അധ്യായത്തിന്റെ 26 വാക്യത്തിൽ ആഹ്, ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 3 അധ്യായത്തിൽ 26 വാക്യം. മുമ്പോട്ട് പോയി വേഗം വാ. 26. ആ. നിങ്ങൾക്ക് ആദ്യമേ തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച ഓരോരുത്തരെ എവിടുന്ന്? അവനവന്റെ അകത്ത് തന്നു. അപ്പോ ഇയാൾക്ക് ഇവര് പറഞ്ഞു, സക്കായി പറഞ്ഞ്, സക്കായിയുടെ ഹൃദയത്തിൽ കിടക്കുന്ന 3 പൂർവ്വതാ വഞ്ചിച്ചെടുത്തത്. പത്രോസ് അത് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ കർത്താവ് വന്നത് എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവരെയും ഒറ്റ അടിക്ക് നീക്കാനല്ല, പിന്നെയോ ഓരോരുത്തരെ അവനവന്റെ പാപങ്ങൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? അവരവരുടേതായ സ്വന്തം ഒരു പാപമുണ്ട്. അത് എന്റെ പാവമല്ല, പോളിന്റെ പാവം. പോളിന്റെ പാവമല്ല, മുസ്തന്റെ പാവം. അതല്ല മറിയയുടെ. നമുക്ക് എല്ലാവർക്കും ജന്മനാ തന്നെ എന്തുണ്ട്? പാവം. ഒന്ന് ഓർക്കേണ്ടത്, ലോകത്തിൽ ദൈവം ജനിക്കാൻ അനുവദിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ഗുണവുമുണ്ട്. അവർക്ക് അവരുടേതായ ഒരു പാപമുണ്ട്. എന്തൊക്കെയുണ്ട്? ഒരു ഗുണമുണ്ട്. ഒരു നന്മയില്ലാത്ത മനുഷ്യനില്ല. ഏതെങ്കിലും തരത്തിൽ നന്മ അവനുണ്ട്. ദൈവം കൊടുത്ത നന്മ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശത്രു കൊണ്ട് കൊടുത്ത ഒരു പാപവും അവനുണ്ട്. യേശു വന്നത് ഈ കൊടുത്ത പാപം ആണ് എന്തായിട്ട് കിടക്കുന്നത്? മൂടുപടമായിട്ട് കിടക്കുന്നത്. അത് നീക്കിക്കഴിഞ്ഞാൽ ഇവനെ കാണാം. ഇതിനു വേണ്ടിയിട്ടാണ് യേശുവിനെ ലോകത്തിലേക്ക് ആരെ അയച്ചത്? ദൈവം അയച്ചത്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഈ പാപങ്ങൾ മൂടുപടം മാറ്റാനായിട്ട് ഏറ്റവും ആദ്യമേ തന്നെ കർത്താവ് അവർക്ക് പാപബോധം വരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം പ്രസംഗിച്ചു. 3 കാര്യങ്ങൾക്കാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന സുവിശേഷം അവരോട് അറിയിച്ചു. എന്തുകൊണ്ടാണ് പാപത്തെക്കുറിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്? അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചും വായിക്കുക 14 അധ്യായം. 16 അധ്യായത്തിന്റെ 9 വാക്യം. 16 8 മുതൽ വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും. പാപം എവിടം വരെ നിൽക്കും? ഒരു മനുഷ്യന്റെ പാപം, ലോകത്തിൽ ജനിക്കുന്ന മനുഷ്യന്റെ പാപം എവിടം വരെ നിൽക്കും? എന്ന് യേശുവിനെ വിശ്വസിക്കുന്നുവോ അതുവരെ അവൻ പാപിയാണ്. 2 ഞാൻ പിതാവിന്റെ അടുത്തിൽ പോവുകയും ആ നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് ഇതുപോലെ തന്നെ പാപമോചനം പ്രാപിച്ച് യേശു ജീവിച്ച പോലെ ജീവിക്കാമെങ്കിൽ നമുക്ക് എവിടെ പോവാം? പറഞ്ഞ കേട്ടില്ല. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി. നമുക്ക് അതുപോലെ തന്നെ പിതാവിന്റെ അടുക്കൽ പോവാം. ഇനി 3-മത്തത്. ഇനി ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല, അവന്റെ വഴിയെ നടന്നില്ല, സ്വന്തം വഴിയിൽ കൂടി നടക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവനെ ന്യായം വിധിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ ചെല്ലുന്ന തീപ്പൊയ്കയില് അവനെ പോലെ ആയിരിക്കുന്നത് ചെയ്യും. ഇതാണ് സുവിശേഷം അറിയിച്ചത്. ഈ സുവിശേഷം വിശ്വസിച്ചപ്പോഴാണ് പറഞ്ഞത്, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, എന്താ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്തിനു വേണ്ടിയിട്ടാണ് സ്നാനപ്പെടണേ? പാപങ്ങളുടെ മോചനത്തിന്. മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായിട്ട് സ്നാനപ്പെടുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം, പരിശുദ്ധാത്മാവെന്ന ദാനം എന്നല്ല, അതിന്റെ വിവർത്തനം വായിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം. പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ സ്നാനപ്പെടണം? വേണ്ട. വചനം കേട്ടവരെ പരിശുദ്ധാത്മാവ്, വചനം കേട്ടാൽ മതി, പരിശുദ്ധാത്മാവ് ലഭിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതാ,
ആത്മാവിന്റെ ദാനം. ആത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് എന്താ? ആത്മാവിന്റെ ദാനം എന്താ? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ആത്മാവ് നീങ്ങുന്നത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനം ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി ദേശമേൽ തേജസ് പ്രാപിച്ച അതേ മധുമയായി വന്നിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുന്ന പാപങ്ങളുടെ മോചനം ഭവിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടുപടം എടുത്തു മാറ്റും. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഒരു മനുഷ്യൻ പാപമോചന സ്നാനം ഏൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റും, മൂടുപടം എടുത്ത് മാറ്റും. അപ്പോ അത് കണ്ണാടി പോലെ തെളിയും. കണ്ണാടി പോലെ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരെ കാണാം? കർത്താവിനെ, ദൈവപുത്രനായ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ കാണാം. അവന് ആ സമയം മുതൽ ആത്മാവിന്റെ ദാനവും ലഭിക്കും. കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവൻ തേജസ്കരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഈ ശുശ്രൂഷയാണ് കർത്താവ് നമുക്ക് പ്രാപിക്കാനുള്ള അവസരം കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം വഴി നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ തെറ്റുകൾ, നമ്മളുടെ ബലഹീനത നമുക്കറിയാം, നമ്മുടെ കുറവുകൾ നമുക്കറിയാം. കർത്താവ് എന്തിനാ ലോകത്തിലേക്ക് വന്നേ? എന്തിനാ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചേ? ഓരോരുത്തരെ അവനവന്റെ പാപങ്ങൾ, മറ്റുള്ളവരുടെ പാപം എന്റെ വാങ്ങിക്കേണ്ട കാര്യമില്ല. എന്റെ ഒരു പാപം, എനിക്കൊരു ബലഹീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൗലിന്റെ പാപം എന്നാ? ശൗൽ രാജാവിന്റെ പാപം ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യും. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു മാനത്തിന് വേണ്ടിയിട്ട് എന്ത് വഹിക്കും? അത് അവന്റെ പാപം. അങ്ങനെ ഓരോരുത്തർക്ക് അവരവരുടെ ഒരു പാപമുണ്ട്. ഇത് ആണ് ഈ മൂടിയിരിക്കുന്നത്. ഇതിനെ അങ്ങ് എടുത്ത് മാറ്റി. അപ്പോ ഇതുകൊണ്ടാണ് വചനം പറയുന്നത്, മൂടുപടം മനസ്സിലാക്കിയവൻ മാത്രമേ സ്നാനപ്പെടാവൂ. ഇല്ല, മനസ്സിലായില്ല. മൂടുപടം സക്കായിക്ക് മനസ്സിലായി എന്റെ മൂടുപടം എന്നാന്ന്. സക്കായിയോട് പറഞ്ഞോ, നീ എന്തിനാണ് വല്ല കടക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയത് ചോദിച്ചോ? ഇല്ല. യേശുവിനെ കണ്ട് യേശു ഭവനത്തിൽ വന്ന കാര്യം കഴിഞ്ഞപ്പോൾ തന്നെ പറയാം, കർത്താവേ, ഞാൻ എന്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കും. ആരോടെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്നു. ആരാ പറഞ്ഞു കൊടുത്തേ? ആരോട്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുത്തതാ. അപ്പൊ അവന് മനസ്സിലായി. എന്താ മനസ്സിലായി? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായിട്ടുണ്ട്? തന്റെ ഈ മൂടുപടം. അപ്പൊ സ്നാനപ്പെടുന്നവൻ നിശ്ചയമായിട്ടും ആരായിരിക്കണം? തന്റെ മൂടുപടം എന്താണെന്ന് അറിയാവോ? ധ്യാനിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അത് വെളിപ്പെടുത്തുന്നു. എന്റെ മൂടുപടം ഏതാണ്? കർത്താവ്. എന്റെ കർത്താവ് അത് മനസ്സിലായില്ലേ? കർത്താവിലേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ചരിത്രം. നമ്മൾ 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? ഇത് ഗ്രഹിക്കുന്നവനില്ല. മറ്റുള്ളവരുടെ തെറ്റെല്ലാം പഠിക്കും. തന്റെ ബലഹീനത എന്താണെന്ന് അറിയാൻ പറ്റില്ല. തന്റെ തെറ്റെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് തന്റെ മൂടുപടം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന പാപം പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാ പാപത്തെ അകറ്റി എന്നെ കാക്കണം. ഏത് പാപം? സ്വമേധാ പാപം. എന്നോട് മുറുകെ പറ്റിയിരിക്കണം. അതങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ആരാ? അയ്യോ, അതല്ലേ എപ്പോഴും 19-ാം സങ്കീർത്തനം നമ്മൾ ഓർത്തോളണം. നമ്മള് പ്രത്യേകിച്ച് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങള് ഓർത്തോളണം. 19-ാം സങ്കീർത്തനം 12-ാം വാക്യം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ എന്താ? തന്റെ മൂടുപടം കണ്ടുപിടിക്കണം.
മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പൊക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. അപ്പൊ ഞാൻ ആരായിരിക്കും? ഈ സ്വമേധാ പാപം, ഈ മൂടുപടം എന്നിൽ നിന്ന് അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ ഞാൻ ആരാ? ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 കാര്യം. നിഷ്കളങ്കൻ, നേരുള്ളവൻ, നീതിമാൻ, സമാധാന പുരുഷൻ. ഈ 4 യോഗ്യത കിട്ടുക. ഈ 4 യോഗ്യത നമുക്ക് ഇല്ലാതാക്കി തീർക്കുന്നത് എന്താ? ഏതാ നിയമേ? ഈ മൂടുപടം. ഈ മൂടുപടം. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ മൂടുപടം. ഈ മൂടുപടത്തെ കുറിച്ച് ഒരു ചിന്ത അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾ ഇത് കേൾക്കാൻ ഇടവന്നെങ്കിൽ ശ്രദ്ധിച്ചോളുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചിന്തയിൽ ഇത് മുഴങ്ങും. ഇത് കാരണം നമ്മൾ നേരോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അടുക്കും തോറും ഇതൊരു പോരാട്ടമാണ്. ഒരു കാര്യം ഓർത്തു കൊള്ളണം. ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും. മഹാപാതകം എന്ന് പറഞ്ഞാൽ ഏതാ? ലോകത്തെ ഏറ്റവും വലിയ പാപം ഏതാ? ഏറ്റവും വലിയ പാപം ഏതാ? അറിയാൻ പാടില്ല. ഏറ്റവും വലിയ പാപമാണ് നിരപരാധിയായ യേശുവിനെ കൊന്നത്. യേശുവിനെ കൊന്നത് ആരാ? യേശുവിനെ കൊന്നത് ആരാ? പാപികളായ സകല മനുഷ്യർക്കും കൈയുണ്ട് അതിനകത്ത്. മനുഷ്യ വംശത്തിന് പാപികളായവർക്ക് എല്ലാവർക്കും കൈയുണ്ട്. പക്ഷേ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഈ മൂടുപടം നീക്കി വീണ്ടും മൂടുപടത്തിന് കീഴ്പ്പെടാതെ എന്റെ പാപം മോഹിച്ച് മാറിക്കഴിഞ്ഞാൽ ദൈവം സാക്ഷ്യം പറയും. എന്ത് പറയും? അവൻ അതിൽ പങ്കില്ല. ഏതിൽ പങ്കില്ല? യേശുവിനെ കൊന്നതിൽ ഇവന് പങ്കില്ല. അവൻ ആരാ എന്ന് പറയും? നിഷ്കളങ്കനും നമ്മൾ വായിച്ചത് മഹാപാതക രഹിതൻ. മഹാപാതകം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാവം. ഏറ്റവും വലിയ പാവം എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊന്നതിന് അവൻ പങ്കില്ല എന്ന് നമ്മെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയും. എന്ത് ചെയ്താൽ ഈ മൂടുപടം അങ്ങ് നീങ്ങി വീണ്ടും ആ മൂടുപടം തിരിച്ചു വരാനുള്ള വഴികളൊക്കെ ഭയങ്കരമാണ്. അതെല്ലാം നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കണം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചതിന്റെ കാര്യം നിഷ്കളങ്കനായിരിക്കുക, നേരുള്ളവനായിരിക്കുക, സമാധാന പുരുഷനായിരിക്കുക, നീതിമാനായിരിക്കുക. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ മൂടുപടം കൊണ്ടുപോയിട്ട് ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങൾ അതിൽ മുങ്ങി അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി ഇതിനെ നീക്കാനായിട്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങൾ മോചിക്കാനായിട്ട് യേശു ലോകത്തിലേക്ക് വന്നു. അങ്ങനെ നീക്കി കഴിയുമ്പോൾ നീങ്ങിപ്പോകേണ്ടതാണ് അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന തന്റെ പാപം. അതുകൊണ്ട് വചനം ചോദിച്ചിരിക്കുന്നു, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? സ്വമേധാ പാപങ്ങളെ അകറ്റണം, മുറുകെ പറ്റുന്ന പാപങ്ങളെ നീക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. ഞാൻ കുറ്റമറ്റവരായിരിക്കുന്നു. യേശു മരിച്ചതിന് എനിക്ക് ഉത്തരവാദിത്വമില്ല. യേശു മരിച്ചത് എന്റെ കൈയോടെ അല്ല എന്ന് കർത്താവ് എന്നെ നിഷ്കളങ്കനും എന്നെ കുറ്റമറ്റവനുമാക്കി തീർക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നാം ഇതിൽ കൂടി പ്രാപിക്കുന്നതെന്ന് ഓർത്ത് അടുത്ത ആഴ്ച ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദൈവം അതിന് നമുക്ക് പ്രാഗൽഭ്യം തരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ എന്ത് കണ്ടിരിക്കണം, എന്ത് മനസ്സിലായിരിക്കണം? തന്റെ മൂടുപടം എന്താണെന്ന് മനസ്സിലായി, തന്റെ തെറ്റെന്താണെന്ന്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണെങ്കിൽ തന്റെ തെറ്റിനെ എടുത്ത് ഓരോ തെറ്റെടുത്ത് പറയേണ്ടതല്ല, ആൾക്ക് അവരവർക്ക് തന്നെ ബോധ്യപ്പെടും. സക്കായിക്ക് ബോധ്യപ്പെട്ടത് പോലെ കർത്താവേ, എന്റെ സ്വത്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഉണ്ട്. അവൻ മൂടുപടം നീക്കി ഇന്ന് നോക്കിയാൽ ഇന്ന് ദൈവം നോക്കുമ്പോൾ സക്കായിയെ കാണാം. സക്കായി മരിച്ച് ഇന്ന് സക്കായിയുടെ ദേഹി പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ആ ദേഹി എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? ദൈവത്തിനെ പ്രകാശിപ്പിക്കുന്ന കണ്ണാടിയായി പ്രകാശിക്കും. ഇതുപോലെ നമ്മളുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ അല്പവാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതം കാലാവധി അവസാനിപ്പിച്ചതിന് ശേഷം ഈ ശരീരം വിട്ട് നമ്മൾ ദൈവത്തേക്ക് ഇറങ്ങും. അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പൊ കേട്ടതിന്റെ വില എന്താണെന്ന്. എന്താണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് അറിയണമെങ്കിൽ ആ ദിവസം വരും. അതുകൊണ്ട് ഒരിക്കലും സങ്കീർത്തനം നമ്മൾ പഠിക്കുന്ന പോലെ നാം കേട്ടതുപോലെ തന്നെ യഹോവയുടെ മന്ദിരത്തിൽ കണ്ടിരിക്കുന്നു എന്ന് നിർത്താൻ വരത്തുള്ളത് പോലെ ആ മഹാദിവസം നമുക്ക് അതുവരെയും ഇത് ഓർമ്മ വയ്ക്കാനും അത് നമ്മൾ ഓർമ്മയിൽ പോകാതിരിക്കാനും കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കുട്ടികളെ മടങ്ങാം. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം. മുസ്തൻ ആ വിഷയം എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം.